പാലക്കാട് മണ്ണാർക്കാട് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി കോളേജിനുള്ളിൽ ബാൻഡ് ഉപയോഗിക്കുന്നതിനെ ചൊല്ലി സംഘർഷം. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ക്യാമ്പസിനകത്ത് ബലപ്രയോഗമുണ്ടായി. ബാൻഡ് ഉപയോഗിക്കുന്നത് പോലീസ് ബലമായി തടഞ്ഞു. ഗോകുൽ VS പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ഗോകുൽ, കോളേജിനകത്ത് ബാൻഡ് മേളം നടത്തുന്നതിന് പോലീസിന് എന്താ പ്രശ്നം? അതായത് കോളേജിൽ അനുമതി ഇല്ലാതെയാണ് ബാൻഡ് മേളം നടത്തിയിരുന്നത്. അതിനെ തുടർന്ന് പ്രിൻസിപ്പാൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ബലമായി തന്നെ ബാൻഡ് മേളം നിർത്തിക്കുകയായിരുന്നു. പുതുവത്സര ദിനത്തിന്റെ ഭാഗമായുള്ള ആഘോഷമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മടങ്ങി പോലീസ് പോകാൻ നിന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ പോലീസിനെ തടഞ്ഞതും ഗേറ്റ് പൂട്ടിയതും. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി വിദ്യാർത്ഥികളുമായി അനുനയ ചർച്ച നടത്തിയതിനു ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കുട്ടികൾ പുറത്തേക്ക് വിട്ടതും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതും. ഒരു സംഘർഷം, അതായത് ഒരു ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തുനിന്ന് ബാൻഡ് സംഘത്തെ വിളിച്ചിരുന്നു, കുട്ടികൾ വിളിച്ചിരുന്നു. പക്ഷെ എന്നാൽ അതിനിടയ്ക്ക് കോളേജ് അത് അനുമതി നിഷേധിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് വിദ്യാർത്ഥികളുമായി ഒരു സംഘർഷം ഉണ്ടായത്. അതായത് കോളേജ് മാനേജ്മെന്റിന്റെ അനുമതി ഇല്ലായിരുന്നു, മാനേജ്മെന്റാണ് പോലീസിനെ കാര്യം അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാകുന്നു, അങ്ങനെയാണല്ലേ സംഭവം? അതായത് പ്രിൻസിപ്പാളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പ്രിൻസിപ്പാളാണ് ഇതിൽ അനുമതി നൽകാതിരുന്നു. അതിനുശേഷം ബാൻഡ് സംഘം കോളേജിനകത്തേക്ക് കയറിയപ്പോൾ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഗോകുൽ, ഇത് ഏത് കോളേജിലാ? കല്ലടി MES കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് ഏകദേശം ഒരു 5:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ബാൻഡ് സംഘങ്ങളുമായി വിദ്യാർത്ഥികൾ എത്തി. അപ്പോൾ ഈ ആഘോഷത്തിന് അനുമതി ഉണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്നുള്ള ബാൻഡ് സംഘത്തെ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല. പക്ഷേ ആ ബാൻഡ് സംഘം ആ കോളേജിനകത്ത് വെച്ച് ഈ പരിപാടി നടത്തുന്നതിനിടയിൽ പിന്നീട് പോലീസ് വന്നത് തടയുകയും സംഘർഷമാവുകയുമായിരുന്നു. പിന്നീട് വിദ്യാർത്ഥികൾ പോലീസിനെ പുറത്തു പോകാൻ അനുവദിക്കാത്ത രീതിയിൽ ഗേറ്റ് പൂട്ടുകയും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിയാണ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിട്ടതും. അതോടൊപ്പം തന്നെ ആ പ്രശ്നത്തിന് ഒരു സംഘർഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു, ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു, ആരായിരുന്നു ഇതിന്റെ സംഘാടകര്? കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഘസാധ്യതയും ഉണ്ടായത്. പിന്നീട് അത് മറ്റൊരു ബലപ്രയോഗത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്കോ പോകാതെ തന്നെ അനുനയത്തിലൂടെ തന്നെ വിദ്യാർത്ഥികളുമായി സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചെയ്യുന്നത്. ശരി, നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഗേറ്റ് കൂട്ടി പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ നിൽക്കുകയായിരുന്നു. കുട്ടികൾ അവർ ബാൻഡ് മേളമൊക്കെ ആയിക്കൊണ്ട് പുതുവർഷം ആഘോഷിക്കാനുള്ള ശ്രമം നടത്തി. ബാൻഡ് മേളം ഇതാ തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് കോളേജ് മാനേജ്മെന്റ് ആദ്യമേ എതിർപ്പ് അറിയിച്ചിരുന്നു, പിന്നാലെ പോലീസിനെ അറിയിക്കുകയും ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്.